ദൈനംദിന ജീവിതത്തിൽ അനുഭവപ്പെടുന്ന കടുത്ത മാനസിക സമ്മർദ്ദവും തകരുന്ന ബന്ധങ്ങളും നാളെയെക്കുറിച്ചുള്ള ഭയവുമാണ് ഇന്ന് പലരുടെയും സമാധാനവും ഉറക്കവും കവരുന്നത്. ഈയൊരവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ ബുദ്ധൻ നമ്മെ പഠിപ്പിച്ചത് മറ്റൊന്നുമല്ല, സ്വന്തം മനസ്സിന്റെ ചലനങ്ങളെ ശാന്തമായി നിരീക്ഷിക്കുക എന്ന് മാത്രമാണ്. വരുന്ന 3 ദിവസം നിങ്ങളുടെ ചിന്താഗതിയിൽ വരുത്തുന്ന ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തെ തന്നെ പൂർണ്ണമായി മാറ്റിമറിക്കും. ആദ്യത്തെ ദിവസം നിങ്ങളുടെ പ്രതികരണങ്ങളെ സ്വയം നിയന്ത്രിക്കാൻ ശീലിക്കുക. പലപ്പോഴും ചുറ്റുമുള്ളവരുടെ വാക്കുകളും പെരുമാറ്റവുമാണ് നമ്മിൽ ദേഷ്യവും സങ്കടവും നിറയ്ക്കുന്നത്. എന്നാൽ മറ്റൊരാൾ തരുന്നൊരു സമ്മാനം നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് അയാളുടെ പക്കൽ തന്നെ ഇരിക്കുമെന്ന് ബുദ്ധൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ അധിക്ഷേപങ്ങളും. നിങ്ങളെ അപമാനിക്കാനോ വിഷമിപ്പിക്കാനോ ഉള്ള ശ്രമങ്ങളെ ഒരു സമ്മാനമായി കണ്ട് നിരസിക്കുക. ഉള്ളിൽ പ്രകോപനമുണ്ടാകുമ്പോൾ ഉടൻ പ്രതികരിക്കാതെ ഏതാനും നിമിഷങ്ങൾ മൗനം പാലിക്കുക. ഈ മൗനം നിങ്ങളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുകയും ശരിയായ തീരുമാനമെടുക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളെയും നഷ്ടങ്ങളെയും ഓർത്ത് ഭയപ്പെടുന്നവർ മനസ്സിലാക്കേണ്ടത് മാറ്റം മാത്രമാണ് ഈ ലോകത്ത് സ്ഥിരമായിട്ടുള്ളത് എന്നാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കഠിനമായ വേദന നാളെ ഒരു വെറും ഓർമ്മ മാത്രമായി മാറും. അതുകൊണ്ട് ഇന്നത്തെ ഈ നിമിഷത്തിൽ ജീവിക്കുക. കഴിഞ്ഞുപോയ അനുഭവങ്ങളിൽ തളച്ചിടപ്പെടാതിരിക്കുക. നമ്മുടെ വികാരങ്ങളെയും പ്രതികരണങ്ങളെയും പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ ചുറ്റുമുള്ള ലോകം നമ്മെ അനാവശ്യമായി അസ്വസ്ഥമാക്കുന്നത് നിലയ്ക്കും. ജീവിതത്തിൽ കടന്നുവരുന്ന ഓരോ അനുഭവത്തെയും ശാന്തതയോടെ സ്വീകരിക്കാനുള്ള ആദ്യത്തെ ചുവടുവെപ്പാണിത്. ഒരു വ്യക്തി സ്വന്തം വികാരങ്ങൾക്ക് അടിമപ്പെടാതെ നിൽക്കാൻ പഠിക്കുമ്പോൾ അവന്റെ ആന്തരിക ശക്തി വർദ്ധിക്കുന്നു. അങ്ങനെയുള്ള ഒരാളെ വീഴ്ത്താൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കില്ല. ദിവസവും നമ്മൾ നേരിടുന്ന 1000 പ്രശ്നങ്ങൾക്കിടയിലും ഉള്ളിലെ ആത്മശാന്തി നിലനിർത്താൻ ഈ രീതി നമ്മെ സഹായിക്കും. നിങ്ങളുടെ ശ്രദ്ധ മറ്റുള്ളവരുടെ പ്രവൃത്തികളിൽ നിന്നും മാറ്റി സ്വന്തം മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുവരിക. മനസ്സ് ശാന്തമായതിനു ശേഷം രണ്ടാമത്തെ ദിവസം നിങ്ങളുടെ ചിന്തകളിലെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും പുനഃപരിശോധിക്കേണ്ട ദിവസമാണ്. മനുഷ്യന്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അമിതമായ പ്രതീക്ഷകളും യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ആഗ്രഹങ്ങളുമാണെന്ന് ബുദ്ധൻ വ്യക്തമാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കുറയാൻ പ്രധാന കാരണം നമ്മെ മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുന്നതാണ്. സോഷ്യൽ മീഡിയയിലും ചുറ്റുവട്ടത്തും കാണുന്ന ബാഹ്യമായ തിളക്കം കണ്ട് സ്വന്തം ജീവിതത്തെ താഴ്ത്തിക്കെട്ടുന്നത് പൂർണ്ണമായും നിർത്തുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതും വെറുതെ ആഗ്രഹിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക. ഈയൊരു ചിന്ത നിങ്ങളുടെ മനസ്സിനെ അനാവശ്യമായ മത്സരങ്ങളിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും മോചിപ്പിക്കും. മറ്റുള്ളവരിൽ നിന്ന് അമിതമായി ഒന്നും പ്രതീക്ഷിക്കരുത്. സ്വന്തം അധ്വാനത്തിലും കഴിവിൽ മാത്രം വിശ്വസിക്കുക. നിങ്ങളുടെ മാനസിക സമാധാനം കളങ്കപ്പെടുത്തുന്ന ഒന്നിൽ നിന്നും അകന്നു നിൽക്കാൻ ഒരിക്കലും മടിക്കരുത്. നിങ്ങളുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്നത് നിർത്തുമ്പോൾ തന്നെ മനസ്സിന്റെ പകുതി ഭാരവും ഇറക്കി വയ്ക്കാൻ സാധിക്കും. മനസ്സ് ശാന്തമാകുമ്പോൾ ഏതു വലിയ പ്രതിസന്ധിയെയും നേരിടാനുള്ള ഉൾക്കാഴ്ച സ്വയം രൂപപ്പെടും. ജീവിതത്തിൽ നമ്മൾ അനാവശ്യമായി കൂട്ടിപ്പിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമുക്ക് വലിയ ഭാരമായി മാറുകയാണ് ചെയ്യുന്നത്. അവയെ ഓരോന്നായി ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ മനസ്സ് ഭാരമില്ലാത്തതായി മാറും. അനാവശ്യ ആഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അവയിൽ നിന്ന് പിന്തിരിയുന്നത് ജീവിതത്തിലെ വലിയൊരു വിപ്ലവമാണ്. ഈ ചിന്താരീതി നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു അർത്ഥവും വ്യക്തതയും നൽകും. സന്തോഷം എന്നത് പുറത്തുനിന്നല്ല, മറിച്ച് ഉള്ളിലെ സംതൃപ്തിയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയും. 3ാമത്തെ ദിവസം സ്വയം മാപ്പ് നൽകാനും മറ്റുള്ളവരോട് പൂർണ്ണമായി ക്ഷമിക്കാനും ശീലിക്കേണ്ട ദിവസമാണ്. മനസ്സിൽ പകയും വെറുപ്പും കൊണ്ടു നടക്കുന്നത് നമ്മൾ തന്നെ വിഷം കുടിച്ചതിനു ശേഷം മറ്റൊരാൾ മരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെയാണ്. മുൻകാലങ്ങളിൽ നിങ്ങളെ ആഴത്തിൽ വേദനിപ്പിച്ച ആളുകളെയോ അനുഭവങ്ങളെയോ ഓർത്ത് മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ഊർജത്തെ മാത്രമാണ് ഇല്ലാതാക്കുന്നത്. അവരെ അവരുടെ വഴിക്ക് വിടുക. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിനായി അവരോട് ക്ഷമിക്കുക. അതേസമയം സ്വന്തം തെറ്റുകളിൽ സ്വയം കുറ്റപ്പെടുത്തി ജീവിക്കുന്നതും അവസാനിപ്പിക്കുക. തെറ്റുകൾ മനുഷ്യസഹജമാണ്. അവയിൽ നിന്ന് ശരിയായ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോവുകയാണ് വേണ്ടത്. ഈ 3 ദിവസത്തെ ചിന്താരീതി നിങ്ങളുടെ ചിന്തകളുടെ പ്രതികരണ ശൈലിയെ തന്നെ മാറ്റിമറിക്കും. പ്രതികൂല സാഹചര്യങ്ങളിലും ശാന്തത പാലിക്കാനും ഭയമില്ലാതെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ആന്തരികമായ സമാധാനം കണ്ടെത്താനും ഇത് നിങ്ങളെ പ്രാപ്തനാക്കും. തുടർച്ചയായ ഈ പരിശീലനം നിങ്ങളുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളെയും നീക്കി പുതിയൊരു വീക്ഷണം നൽകും. അസൂയ, കോപം, മനോവിഷമം എന്നിവയെല്ലാം നിങ്ങളുടെ മാനസികാരോഗ്യത്തെ തകർക്കുന്ന ഘടകങ്ങളാണ്. അവയെ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കാനുള്ള പക്വത കാണിക്കുക. മാപ്പു നൽകുക എന്നാൽ അധിക്ഷേപങ്ങളെ ന്യായീകരിക്കുക എന്നല്ല, മറിച്ച് ആ സംഭവങ്ങളുടെ നെഗറ്റീവ് ഊർജത്തിൽ നിന്ന് സ്വയം മോചനം നേടുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കുമ്പോൾ ഒരു പുതിയ വ്യക്തിയായി നിങ്ങൾ പുനർജനിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആന്തരിക ശാന്തതയാണ് ഏതൊരു വലിയ ജീവിതമാറ്റത്തിന്റെയും അടിത്തറ. ഈ ചിന്താഗതിയുടെ അടുത്ത ഘട്ടത്തിൽ
ചാണക്യന്റെ പ്രായോഗിക ബുദ്ധിയും ഭരണതന്ത്രജ്ഞതയും നമ്മുടെ ജീവിതത്തിലേക്ക് സമന്വയിപ്പിക്കേണ്ടതുണ്ട്. ബുദ്ധൻ മനസ്സിന്റെ ശാന്തത പഠിപ്പിച്ചപ്പോൾ പ്രായോഗിക ലോകത്ത് എങ്ങനെ ജീവിച്ച് ജയിക്കണം എന്നാണ് ചാണക്യൻ പഠിപ്പിച്ചത്. ജീവിതത്തിൽ കപടത നിറഞ്ഞ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏതൊരു വ്യക്തിയും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നിങ്ങളുടെ വലിയ പദ്ധതികളും ലക്ഷ്യങ്ങളും പൂർത്തിയാകുന്നതിനു മുൻപ് മറ്റുള്ളവരോട് തുറന്നു പറയരുത്. അമിതമായ നിഷ്കളങ്കത പലപ്പോഴും നിങ്ങൾക്ക് തന്നെ വിനയായി മാറും. കാട്ടിൽ നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം വെട്ടിമാറ്റപ്പെടുന്നത്, വളഞ്ഞു നിൽക്കുന്നവ അവിടെ തന്നെ നിൽക്കും. അതിനർത്ഥം ജീവിതത്തിലും അല്പം നയതന്ത്രവും തന്ത്രശാലകതയും ആവശ്യമാണ് എന്നതാണ്. സ്വന്തം ബലഹീനതകൾ ഒരിക്കലും ശത്രുക്കൾക്കോ വഞ്ചകരായ സുഹൃത്തുക്കൾക്കോ മുന്നിൽ തുറന്നുകാട്ടരുത്. ചാണക്യന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പോലും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങളുണ്ട്. ലോകം എപ്പോഴും ദുർബലരെ ചൂഷണം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശക്തിയും ദൗർബല്യവും എപ്പോഴും രഹസ്യമാക്കി വെക്കുക. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. അനാവശ്യമായ വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുക. അമിതമായി സംസാരിക്കുന്നവർ തങ്ങളുടെ ആന്തരിക രഹസ്യങ്ങൾ സ്വയം വെളിപ്പെടുത്തും. തന്ത്രപരമായ മൗനവും തക്കസമയത്തുള്ള ബുദ്ധിപരമായ ഇടപെടലുകളുമാണ് പ്രായോഗിക ജീവിതത്തിൽ വിജയത്തിന്റെ താക്കോൽ. നിങ്ങളുടെ ലക്ഷ്യമെന്താണെന്ന് മറ്റുള്ളവർ ഊഹിക്കുന്നതിന് മുൻപ് തന്നെ അത് പൂർത്തിയാക്കിയിരിക്കണം. ബന്ധങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ തികച്ചും ശ്രദ്ധാലുവായിരിക്കണമെന്ന് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വാർത്ഥതയില്ലാത്ത സൗഹൃദങ്ങൾ ഈ ലോകത്ത് വളരെ അപൂർവമാണ്. അതിനു പിന്നിൽ എന്തെങ്കിലും ഒരു ലാഭമുണ്ടാകും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അനാവശ്യമായ വൈകാരിക ബന്ധങ്ങൾ നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുക മാത്രമേയുള്ളൂ. നിങ്ങൾ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെക്കാൾ ബുദ്ധിമാന്മാരും വലിയ ലക്ഷ്യബോധമുള്ളവരുമായ ആളുകളുമായി സമയം ചെലവഴിക്കുക. നിങ്ങളുടെ സമയത്തിനും ആന്തരിക ഊർജത്തിനും കൃത്യമായ അതിരുകൾ നിശ്ചയിക്കുക. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് സമയം കളയുന്നത് സ്വന്തം ഭാവിയെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. പണം, സമയം, ബന്ധങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നിടത്താണ് ഒരു വ്യക്തിയുടെ വിജയം ആരംഭിക്കുന്നത്. നിങ്ങളെ എപ്പോഴും താഴ്ത്തിക്കെട്ടുന്ന ആളുകളിൽ നിന്നും അവരുടെ വിഷമയമായ ചിന്തകളിൽ നിന്നും ഉടൻ തന്നെ അകന്നു നിൽക്കുക. ഇത്തരം ബന്ധങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ആന്തരിക ശാന്തതയെയും ഇല്ലാതാക്കും. സ്വാർത്ഥരായ മനുഷ്യരെ വേഗത്തിൽ തിരിച്ചറിയാനും അവരുമായി കൃത്യമായ അകലം പാലിക്കാനും പഠിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കാത്തവരെ കൂടെ കൂട്ടുന്നത് ജീവിതത്തിൽ വലിയ അപകടം വരുത്തിവെക്കും. ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും തന്റെ ചുറ്റുമുള്ള സൗഹൃദ വലയം എപ്പോഴും കൃത്യമായി പരിശോധിക്കണം. കഴിവുള്ളവരെയും വിശ്വസ്തരെയും മാത്രം കൂടെ നിർത്തുക, അല്ലാത്തവരെ യാതൊരു ദാക്ഷിണ്യമില്ലാതെ ഒഴിവാക്കുക. വിജയത്തിന്റെ കൊടുമുടിയിലേക്കെത്തുവാൻ സ്വയം അച്ചടക്കവും കഠിനാധ്വാനവും അത്യന്താപേക്ഷിതമാണ്. ലക്ഷ്യത്തിലെത്താൻ കുറുക്കുവഴികൾ തിരയുന്നത് നിങ്ങളെ വലിയ വീഴ്ചയിലേക്ക് നയിക്കും. ഒരു കാര്യത്തിലും സ്ഥിരത പുലർത്താത്ത വ്യക്തിക്ക് ഒരിക്കലും ഉയർന്ന പദവികളിലെത്താൻ സാധിക്കില്ല. ദിവസേനയുള്ള ചെറിയ പരിശ്രമങ്ങളാണ് വലിയ വിജയങ്ങൾ നിർമ്മിക്കുന്നത്. പരാജയം സംഭവിക്കുമ്പോൾ ഭയന്ന് പിന്മാറാതെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് സ്വയം വിശകലനം ചെയ്യുക. സ്വന്തം തെറ്റുകളിൽ നിന്നും മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. കാരണം സ്വന്തം തെറ്റുകളിൽ നിന്ന് മാത്രം പഠിക്കാൻ നമ്മുടെ ആയുസ്സ് തികയില്ല. ധൈര്യത്തോടെയും ബുദ്ധിയോടെയും പ്രതിസന്ധികളെ നേരിടുന്നവന് മുന്നിൽ ഏതൊരു വലിയ തടസ്സവും വഴിമാറും. സമയം എന്നത് ഒരിക്കലും തിരിച്ചുപിടിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ട് സമയത്തെ കൃത്യമായി ഉപയോഗിക്കാൻ പഠിക്കുക. ഇന്നത്തെ ജോലി നാളത്തേക്ക് മാറ്റിവെക്കുന്ന ശീലം നിങ്ങളുടെ വിജയത്തെ തടസ്സപ്പെടുത്തും. നിങ്ങളുടെ ദിവസത്തെ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക. കൃത്യമായ ലക്ഷ്യവും അതിനായുള്ള അശ്രാന്ത പരിശ്രമവുമാണ് ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റുന്നത്. പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ അവയെ പുതിയ അവസരങ്ങളായി കാണാൻ പഠിക്കുക. തോൽവികളിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും കൂടുതൽ ശക്തിയോടെ തിരിച്ചുവരിക. സാമ്പത്തിക ഭദ്രതയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മവിശ്വാസമെന്ന് ചാണക്യൻ എടുത്തു പറയുന്നു. സമ്പത്തില്ലാത്ത ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തിൽ അർഹിക്കുന്ന മാനവും പരിഗണനയും ലഭിക്കില്ലെന്നത് വളരെ കടുപ്പമുള്ള യാഥാർത്ഥ്യമാണ്. അതിനാൽ അനാവശ്യ ചെലവുകൾ പൂർണ്ണമായും ഒഴിവാക്കുകയും നാളത്തേക്കായി കരുതലുണ്ടാക്കുകയും ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ശാരീരിക ആരോഗ്യം കാത്തുസൂക്ഷിക്കേണ്ടതും വളരെ പ്രധാനമാണ്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമേ ശക്തമായ ഒരു മനസ്സിന് വസിക്കാൻ സാധിക്കൂ. ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ പ്രാപ്തമാക്കുമ്പോൾ മാത്രമേ ഏത് പ്രതികൂല അന്തരീക്ഷത്തിലും വിജയം നേടാൻ നമുക്ക് സാധിക്കൂ. ധനസമ്പാദനത്തിലും അത് ഭദ്രമായി സൂക്ഷിക്കുന്നതിലും അതീവ ശ്രദ്ധ ആവശ്യമാണ്. സമ്പത്ത് എന്നത് വെറുമൊരു പണമല്ല, മറിച്ച് അത് നിങ്ങളുടെ ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവുമാണ്. അനാവശ്യ പ്രകടനങ്ങൾക്കായി നിങ്ങളുടെ പണം ഒരിക്കലും ദുർവ്യയം ചെയ്യരുത്. വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ താങ്ങി നിർത്താൻ നിങ്ങളുടെ സമ്പാദ്യം മാത്രമേ ഉണ്ടാകൂ. അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം എപ്പോഴും കാത്തുസൂക്ഷിക്കുക. ദീർഘകാല വിജയത്തിന് ആരോഗ്യകരമായ ജീവിതശൈലി അത്യന്താപേക്ഷിതമാണ്. ദിവസവും വ്യായാമം ചെയ്യാനും നല്ല ഭക്ഷണരീതികൾ പിന്തുടരാനും പ്രത്യേകമായി ശ്രദ്ധിക്കുക.
നിങ്ങളുടെ മനസ്സും ശരീരവും ഒരുപോലെ ശക്തമാകുമ്പോൾ ലോകത്തിലെ ഏത് വലിയ പ്രതിസന്ധിയെയും നേരിടാൻ നിങ്ങൾ പ്രാപ്തനാകും. ഇത്തരത്തിൽ ബുദ്ധന്റെ ആന്തരിക ശാന്തതയും ചാണക്യന്റെ ബാഹ്യമായ പ്രായോഗിക ബുദ്ധിയും കൂട്ടിയിണക്കുമ്പോൾ നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി മാറും. വൈകാരികമായി ഒരിക്കലും തളരാത്ത, തന്ത്രപരമായി മാത്രം ചിന്തിക്കുന്ന, ശാന്തമായി ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിത്വമായി നിങ്ങൾ വളരും. വരുന്ന 3 ദിവസങ്ങളിൽ ഈ ആശയങ്ങൾ ഓരോന്നും മനസ്സിരുത്തി ആഴത്തിൽ പരിശീലിക്കുക. സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും നിങ്ങളുടെ കൈകളിൽ മാത്രം ഭദ്രമാകുന്ന അത്ഭുതം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും. ആന്തരിക സമാധാനവും പുറമേയുള്ള പ്രായോഗിക തന്ത്രങ്ങളും ഒന്നിക്കുമ്പോൾ ഒരു വ്യക്തി പൂർണ്ണതയിലെത്തുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളെ ശരിയായി തിരിച്ചറിഞ്ഞു മാത്രം മുന്നോട്ടു പോകുക. നിങ്ങളെ തളർത്താൻ ഇവിടെ ആരുമുണ്ടാകില്ല. നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രവും ശത്രുവും. ശാന്തമായ മനസ്സോടെ, തന്ത്രപരമായ ആസൂത്രണത്തോടെ എപ്പോഴും മുന്നേറുക. ഈ ചിന്താരീതി നിങ്ങൾ തുടർച്ചയായി പിന്തുടരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കും. പരാജയങ്ങളിൽ ഒരിക്കലും തളരാത്ത, വിജയങ്ങളിൽ അഹങ്കരിക്കാത്ത, എപ്പോഴും കൃത്യമായ ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ മാറും. നിങ്ങളുടെ വിധി മാറ്റിയെഴുതാനുള്ള ശക്തി നിങ്ങളുടെ ചിന്തകൾക്ക് മാത്രമാണുള്ളത്. ഈ പാത പിന്തുടരുക. വിജയം നിങ്ങളെ സ്വയം തേടിയെത്തും.